മോഡ്യൂൾ 4 നമുക്ക് പഠിക്കാനുള്ളത് പോയിന്റേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് കേട്ടോ. അപ്പോൾ പോയിന്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ചെറിയൊരു രീതിയിൽ മുൻപ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ പോയിന്റർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വേരിയബിൾ തന്നെയാണ്. ആ വേരിയബിളിനകത്ത് നമുക്ക് മറ്റ് വേരിയബിളുകളുടെ അഡ്രസ്സുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പോയിന്റർ ഈസ് എ വേരിയബിൾ ദാറ്റ് സ്റ്റോർസ് ദ മെമ്മറി അഡ്രസ് ഓഫ് ദി അനദർ വേരിയബിൾ. അപ്പോൾ ഞാൻ മുൻപേ പറഞ്ഞു, ഓരോ വേരിയബിളിനും അതിൻ്റേതായിട്ടുള്ള അഡ്രസ്സുകൾ ഉണ്ടാവും. ഈ അഡ്രസ്സുകളെല്ലാം നമുക്ക് പോയിന്ററിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഈ വേരിയബിളിനകത്തുള്ള വാല്യൂവിനെ കോൾ ചെയ്യാതെ ചുമ്മാ ഇതിൻ്റെ അഡ്രസ്സ് മാത്രം മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് മുഴുവനും നമുക്ക് യൂസ് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതാണ് പോയിന്ററിൻ്റെ ഒരു ഹെൽപ്പ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കിയേ, ഇൻറ്റ് ഐ ഈസ് ഈക്വൽ ടു 123 എന്ന് പറയുന്നത്. അപ്പോൾ ഐ എന്ന് പറഞ്ഞിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു വേരിയബിൾ, ആ വേരിയബിളിനകത്ത് നമ്മൾ 123 എന്ന് പറഞ്ഞിട്ട് അവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ ഐ എന്ന് പറഞ്ഞ് ഞാനിവിടെ ഇരുന്ന് ഇവിടെ 123 എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. ദെൻ ഇവിടെ ഇൻറ്റ് സ്റ്റാർ പി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോർമൽ എന്താ ചെയ്യുക, നമ്മൾ ഡിക്ലറേഷൻ ചുമ്മാ ഇൻറ്റ് പി എന്ന് മാത്രമേ ഡിക്ലെയർ ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ സ്റ്റാർ എന്നുള്ള ഇത് കണ്ടോ, ഈ ആസ്ട്രിക് സിമ്പിൾ ഉണ്ടല്ലോ, ഈ ഒരു സിമ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം അതൊരു പോയിന്റർ വേരിയബിൾ ആണ്. അതിനകത്ത് നമുക്ക് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, വാല്യൂസ് കൊടുക്കാതെ അതിനകത്ത് ഓൺലി എന്തായിരിക്കും, മെമ്മറി അഡ്രസ്സുകളായിട്ട് മാത്രമായിരിക്കും ആ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതാണ് സ്റ്റാർ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ നമ്മളൊരു പോയിന്റർ വേരിയബിൾ, ഞാനിവിടെ ഒരു പി എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതിനകത്ത് വാല്യൂസ് ഡയറക്റ്റ്ലി സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, ഓൺലി മെമ്മറി അഡ്രസ്സ് മാത്രമായിരിക്കും ഈ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുക. അതാണ് പോയിന്ററിൻ്റെ പ്രത്യേകത. ദെൻ നമ്മൾ പിന്നെ ഇവിടെ ഡിക്ലെയർ ചെയ്യണം പി ഈക്വൽ ടു ആൻഡ് ഓഫ് ഐ. അപ്പം ഞാൻ പറയുകയാണ്, ഈ പി എന്ന് പറയുന്നത്, പിക്കകത്ത് എനിക്ക് വേണ്ടത് അഡ്രസ് ഓഫ് ഐ ആണ്. ആംബ്രസ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ, അഡ്രസ്സ്. അപ്പോൾ ഐൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാം എന്നാണ്. അപ്പോൾ ഐൻ്റെ ഇതിലിപ്പോൾ എന്താണ് അഡ്രസ്സ്, ഇപ്പോൾ 1 2 3 4 5 6 അല്ലെങ്കിൽ x01 കമ്പ്യൂട്ടറായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു അഡ്രസ്സ് ഉണ്ടാവില്ല, ആ അഡ്രസ്സാണ് ഞാൻ പിയിലോട്ട് അസൈൻ ചെയ്യണത്. ഓക്കെ, അപ്പോൾ പിക്കകത്ത് ഇപ്പോൾ ഡയറക്റ്റ്ലി എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള ഈ വേരിയബിൾ ഉണ്ടല്ലോ, ഈ ഐ എന്നുള്ള ഈ വേരിയബിളിൻ്റെ 1 2 3 ആയിട്ടല്ല ഇവിടെ കൊടുക്കുക, പകരം ഇതിനൊരു അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സാണ് ഈ പിക്കകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, പി എന്ന് പറയുന്നത് ഒരു പോയിന്റർ വാല്യൂ ആയതുകൊണ്ട് അതിനകത്തൊരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഐ ഈസ് എ നോർമൽ ഇൻറ്റിജർ വേരിയബിൾ. അതെ, നമ്മൾ സാധാരണ പോലെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ്. പി എന്ന് പറയുന്നത് ഈസ് എ പോയിന്റർ ടു ആൻ ഇൻറ്റിജർ. ആ ഇൻറ്റിജറിനകത്തുള്ള ഒരു പോയിന്റർ ആണ്. അതിനകത്ത് എന്താണ് പോയിന്റർ വാല്യൂ എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, ജസ്റ്റ് ആ സ്റ്റാർ സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവണം അതൊരു പോയിന്റർ വേരിയബിൾ ആണെന്ന്. ആൻഡ് ഐ ഗീവ്സ് ദ അഡ്രസ് ഓഫ് ഐ. ഐൻ്റെ അഡ്രസ്സാണ് ഈ ആൻഡ് എന്ന് പറയുമ്പോൾ ഡിക്ലെയർ ചെയ്യുന്നത് കൊടുക്കുന്നത്, വിച്ച് ഈസ് സ്റ്റോർഡ് ഇൻ പി. അതാണ് നമ്മൾ പിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കൺഫ്യൂഷനും വേണ്ട, പോയിന്റർ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ തന്നെയാണ്, പക്ഷേ അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് ഓൺലി ദ മെമ്മറി അഡ്രസ് ഓഫ് ദ അനദർ വേരിയബിൾ. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഡിക്ലറേഷൻസ്. ഇനി എന്തുകൊണ്ടാണ് പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻറ്റ് മെമ്മറി ആക്സസ് ആണ് ആൻഡ് മാനിപ്പുലേഷൻ. നമുക്ക് സ്പീഡായിട്ട് എല്ലാം ആക്സസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഡൈനാമിക് മെമ്മറി അലോക്കേഷന് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അറേസും സ്ട്രിങ്ങിനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. ദെൻ ഫങ്ഷൻസും സ്ട്രക്ചേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് ഒരു പോയിന്റ് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഡാറ്റ ടൈപ്പ് സ്റ്റാർ പോയിന്റർ നെയിം നമ്മൾ പ്രീവിയസ് പ്രോഗ്രാമിൽ കണ്ടില്ലേ. ഡാറ്റ ടൈപ്പ് പറഞ്ഞാൽ ഇൻറ്റ്, എന്നിട്ട് സ്റ്റാർ ഇടുക, എന്നിട്ട് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക, പോയിന്ററിന് ഒരു പേര് കൊടുക്കുക, സെമിക്കോളൻ കൊടുക്കുക. ഈ സ്റ്റാറിന് അത്രയും വാല്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ആസ്ട്രിക്സ് സ്റ്റാർ അല്ലെങ്കിൽ ആസ്ട്രിക് ഇത് രണ്ടും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് സെമിക്കോളൻ കൊടുക്കുക. ഇങ്ങനെയാണ് ഒരു പോയിന്റർ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുക. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം കേട്ടോ. അപ്പോൾ പോയിന്ററിൻ്റെ ക്വസ്റ്റ്യൻ തിയറി ആയിട്ട് ചോദിക്കുമ്പോൾ വിത്ത് ആൻ എക്സാമ്പിൾ എഴുതണം, അങ്ങനെ മറക്കരുത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിയേ, ഇവിടെ എക്സാമ്പിളിനകത്ത് ആദ്യം നമ്മളൊരു പോയിന്റർ ഇൻറ്റിജറിൽ ഒരു പോയിന്റർ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, സ്റ്റാർ P1. അപ്പോൾ ഞാനിവിടെ ഒരു മെമ്മറി ക്രിയേറ്റ് ചെയ്തു P1 എന്നുള്ള പേരിൽ. ഓക്കെ, അത് പക്ഷേ ഒരു പോയിന്റർ വാല്യൂ ആണെന്ന് മറക്കരുത് കേട്ടോ. ഇവിടെ P1 ആണ്, അതിനാണ് സ്റ്റാർ എന്നിട്ട്. പിന്നെ ഫ്ലോട്ടിന് ഇനി ഒരു ഫ്ലോട്ട് എന്ന് പറഞ്ഞ് P2 എന്ന് കൊടുത്തു, ക്യാറിനകത്ത് P3 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അങ്ങനെ 3 മെമ്മറികൾ ഞാൻ അവിടെ സ്റ്റോർ ചെയ്തു. ഫസ്റ്റ് തന്നെ ഞാൻ അവിടെ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വേരിയസ് കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റ ടൈപ്സ് യൂസ് ചെയ്തിട്ട് പോയിന്റേഴ്സ് ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ ഒന്ന് ഇൻറ്റിജർ ആണ്, ഫ്ലോട്ടാണ്, ക്യാറാണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. ഇനി ഇത് വെച്ചൊരു പ്രോഗ്രാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ #include_stdio.h എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. ദെൻ ഇൻറ്റ് മെയിൻ. ഓക്കെ, ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്യാം. ഇൻറ്റ് മെയിനകത്ത് ഇൻറ്റ് num ഈസ് ഈക്വൽ ടു 0. അപ്പം ഇത് സാധാരണ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന പോലെ ഒരു നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഓക്കെ, num എന്ന് പേരുള്ളത്, അതിനകത്ത് 10 എന്ന് പറഞ്ഞ് ഞാൻ സ്റ്റോർ ചെയ്യണം. ഓക്കെ, ദെൻ
നമുക്ക് ഇവിടെ ഒരു പോയിന്റർ വേരിയബിൾ യൂസ് ചെയ്തിട്ട് ആക്സസ് ചെയ്യണം എന്നല്ലേ നമ്മൾ പറഞ്ഞത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇൻറ്റ് സ്റ്റാർ P1. അപ്പോൾ ഇവിടെ ഞാനൊരു പോയിന്റർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ P1 എന്നുള്ളൊരു പേര് ഞാൻ ഒരു മെമ്മറി അവിടെ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഇതൊരു പോയിന്റർ വേരിയബിൾ ആയതുകൊണ്ട് ഇതിനകത്ത് അഡ്രസ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ ഇത് എന്ത് ചെയ്യണം? P1 വിച്ച് ഈസ് ഈക്വൽ ടു P1 എന്ന് പറയുന്നത് ഇതുമായിട്ട് എനിക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സാണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആൻഡ് നം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറണ്ട്ലി എന്തായി? P1ന് നമ്മുടെ ഇൻറ്റ് നമ്മിനകത്തുള്ള ഈ നം എന്നുള്ള വേരിയബിളിൻ്റെ അഡ്രസ്സാണ് നമ്മളിവിടെ അസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവർക്ക് കിട്ടി. അപ്പോൾ P1ൽ ഇപ്പോൾ അഡ്രസ്സ് ആരുടെയാണ്? ഞമ്മിൻ്റെ അഡ്രസ്സാണ് കിടക്കുന്നത്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് വാല്യൂ അല്ല ഇവിടെ അസൈൻ ചെയ്യുക. വാല്യൂ അസൈൻ ചെയ്ത് ഇത് ആക്സസ് ചെയ്യില്ല, ബിക്കോസ് അത് പോയിന്റർ ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ അഡ്രസ്സാണ് അസൈൻ ചെയ്യണം. ദെൻ നമ്മൾ അടുത്ത് എന്താ ചെയ്യണം? പ്രിന്റ് ഓഫ് ദ അഡ്രസ് ഓഫ് ദ നം. അപ്പോൾ ഞമ്മിൻ്റെ എന്താണ് അഡ്രസ്സ് എന്നുള്ളത് പ്രിന്റ് ചെയ്യാൻ പറയണം. എന്നിട്ട് കോമ ഇട്ടിട്ട് P1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. P1 എന്ന് പറയുന്നത് എന്താണ്? ആ പോയിന്ററിനെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പോയിന്ററിനകത്ത് മാത്രമായിരിക്കും എന്ത് ചെയ്യുക? ഈ ഒരു അഡ്രസ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മളിവിടെ പറയുന്നത്. ദെൻ ഇവിടെ ഒരു കാര്യം, നമ്മൾ മോഡ് എഫ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ മോഡ് P എന്നാണ് കേട്ടോ പോയിന്ററിൽ കൊടുക്കേണ്ടത്. വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് P എന്ന് പറയും. അതിൻ്റെ P എന്ന് പറയുന്നത് ഫോർമാറ്റ് സ്പെസിഫയർ ആണ്. ആരുടെ ഫോർമാറ്റ് സ്പെസിഫയർ? പോയിന്ററിൻ്റെ ഫോർമാറ്റ് സ്പെസിഫയർ ആണ് ഇത്. ഓക്കെ, ദെൻ പ്രിന്റ് ദ മെമ്മറി അഡ്രസ് ഓഫ് ദ വേരിയബിൾ. ഓക്കെ, ദെൻ റിട്ടേൺ 0. ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുക? ഇങ്ങനെ ആയിരിക്കും. അഡ്രസ് ഓഫ് ദ നം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വാല്യൂ ആയിരിക്കും. ഇത് ഓരോ കമ്പ്യൂട്ടറിനും ഓരോന്ന് ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ അത് ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ടാണ്. അതുകൊണ്ട് നമുക്കിത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മെമ്മറി വാല്യൂ എന്നുള്ളൊരു അസംഷനിൽ നമ്മൾ ഔട്ട്പുട്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം പഠിക്കാം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു പ്രോഗ്രാം കൂടെ നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ അഡ്രസ്സാണ്. ഇതേ കാര്യത്തിന് നമുക്ക് ഇനി നമ്പറാണ് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ചുമ്മാ ഇൻറ്റ് x ഈസ് ഈക്വൽ ടു 20 എന്ന് ഇടാം. അതിനുശേഷം നമുക്കൊരു പോയിന്റർ കൊടുക്കുകയാണ്. ഇൻറ്റ് സ്റ്റാർ P എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു അഡ്രസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഡ്രസ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ അഡ്രസ് ആയിരിക്കും. ദെൻ നമ്മളിവിടെ പറയുകയാണ് പ്രിന്റ് ഓഫ് മോഡ് ഡി സ്റ്റാർ P എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാർ P ആണ് നമുക്കിവിടെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? പ്രിന്റ് 20 എന്നാണ് പ്രിന്റ് ചെയ്യുക. ആൻസർ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും? 20 എന്ന് പറഞ്ഞിട്ടായിരിക്കും പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർ എന്ന് പറയുമ്പോൾ വാല്യൂ ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ ആണ്. ആക്ച്വലി വാല്യൂ ഓഫ് ദി അഡ്രസ്സിനെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യുക. ഇനി അതല്ല, ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ചുമ്മാ P1 മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സാണ് നമ്മളിവിടെ പ്രിന്റ് ചെയ്യണത്. ഓക്കെ, ഇവിടെ പകരം നമ്മൾ സ്റ്റാർ P1 എന്നാണ് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ ആയിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുക. ഇതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണേ. ഞാനിവിടെ സ്റ്റാർ P എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ ആയിരിക്കും, ആ മെമ്മറിക്കകത്തുള്ള വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുക. അതല്ല ചുമ്മാ P എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്താ കിട്ടുക? അഡ്രസ് ഓഫ് ദ ഓപ്പറേറ്റർ ആയിരിക്കും അത് കിട്ടുക. ഓക്കെ, അപ്പോൾ ആൻഡ് എന്ന് പറയുന്നത് അഡ്രസ് ഓഫ് ദ ഓപ്പറേറ്റർ പ്രിന്റ് ചെയ്യാനും സ്റ്റാർ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ അഡ്രസ്സ് പ്രിന്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു പ്രോഗ്രാമും കൂടെ നോക്കിയാൽ കുറച്ചും കൂടെ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഞാൻ അനദർ പ്രോഗ്രാം. പോയിന്റേഴ്സ് ക്യാൻ ബി ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റഡ്. അപ്പോൾ നമുക്ക് അതിനെ ഇൻക്രിമെന്റ് ചെയ്യാനും ഡിക്രിമെന്റ് ചെയ്യാനൊക്കെ പോയിന്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ദെൻ ഇൻറ്റ് സ്റ്റാർ P എന്ന് പറയുന്ന കാര്യം നമുക്ക് P++ എന്ന് പറയുമ്പോൾ മൂവ് ടു ദ നെക്സ്റ്റ് ഇൻറ്റിജർ അഡ്രസ്. അപ്പോൾ അടുത്ത ഇൻറ്റിജർ അഡ്രസ്സിലേക്ക് മൂവ് ചെയ്യാൻ ഈ ++ എന്ന് പറഞ്ഞിട്ടുള്ള സിമ്പിൾ കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻക്രിമെന്റേഷൻ അത്രയേ ഉള്ളൂ. ഇനി പോയിന്റേഴ്സും അറേസും തമ്മിലുള്ള ഒരു പ്രോഗ്രാം കൂടെ നമുക്ക് നോക്കാം. ദ നെയിം ഓഫ് ദ അറേ ഇസ് ദ പോയിന്റർ ടു ഇറ്റ്സ് ഫസ്റ്റ് എലമെന്റ്. ഇത് ശ്രദ്ധിക്കണേ. അപ്പോൾ അറേയുടെ ആ പേരുണ്ടല്ലോ, അത് നമ്മൾ പോയിന്ററിൽ അസൈൻ ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഫസ്റ്റ് എലമെന്റ്. ആ പോയിന്ററിനകത്ത് സൂചിപ്പിക്കുന്ന ആദ്യത്തെ എലമെന്റിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് #stdio.h നോക്കാം. ദെൻ ഇൻറ്റ് മെയിൻ എന്ന് പറഞ്ഞു കൊടുത്തു, ബ്രേസസ് ഓപ്പൺ ചെയ്തു. ഇൻറ്റിനകത്ത് അറേ 5. അപ്പോൾ ഇവിടെ നമുക്ക് 5 എലമെന്റ്സ് നമ്മൾ സ്റ്റോർ ചെയ്തു. ദെൻ നമ്മളൊരു പോയിന്റർ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം, ഇൻറ്റ് സ്റ്റാർ P എന്ന് പറഞ്ഞിട്ട്. വേർ P ഇസ് ഈക്വൽ ടു അറേ. അറേ എന്ന് പറയുമ്പോൾ കണ്ടോ, നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? വേറെ ആൻഡ് എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല അല്ലേ? ആംബ്രസൻ സിമ്പിൾ ഇവിടെ കൊടുക്കുന്നില്ല. കാരണം അറേയുടെ കോൺസെപ്റ്റ് വരുമ്പോൾ നമുക്ക് ആൻഡ് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം എന്താ ഇവിടെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അറേ എന്ന് പറയുന്നത് പോയിന്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ആദ്യത്തെ എലമെന്റിനെയാണ് അത് പോയിന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ പ്രിന്റ് എഫിനകത്ത് P എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ P എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ 10 എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അറേ എന്ന് പറഞ്ഞ് ചുമ്മാ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അറേ ഉണ്ടല്ലോ, ഇത് ചുമ്മാ നമ്മൾ ARR എന്ന് പറഞ്ഞ അറേ എന്ന് പറഞ്ഞ് ഇതേ പേര് ഇതുപോലെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ സൂചിപ്പിക്കുന്ന ഇതാണ്, is a to its first element, pointer to its, the array is the pointer to its first element. അപ്പോൾ ആദ്യത്തെ എലമെന്റ് ഉണ്ടല്ലോ ഈ 10, ഇതായിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്യുക. ഓക്കെ, ഇത്
ഇനി അതല്ല നമുക്ക് 10, 20, 30, 40, 50 ഒക്കെ പ്രിന്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോർ ലൂപ്പ് കൊടുക്കേണ്ടി വരും. 4 × i = 0, i less than 5, i++ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്യാറില്ലേ. അങ്ങനെ കൊടുത്തിട്ട് പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അത്രയും നമ്പേഴ്സ് പ്രിന്റ് ചെയ്ത് വരും. നമുക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് അറേയും പോയിന്റേഴ്സും തമ്മിൽ ഒരു റിലേഷൻ കാണിച്ചാൽ മതി. അപ്പോൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇൻഡ് അറേ ഓഫ് 5 എന്ന് പറഞ്ഞ് കൊടുക്കുക. ജസ്റ്റ് ആ പോയിന്റർ നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്യാം. ഇൻഡ് സ്റ്റാർ പി എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുക. ദെൻ പി = ആ അറേയുടെ പേര് അതുപോലെ കൊടുക്കുക. അവിടെ ആൻഡിൻ്റെ ആവശ്യമില്ല. ബിക്കോസ് അത് വേറൊരു കോൺസെപ്റ്റാണ്, അറേ കോൺസെപ്റ്റാണ് കേട്ടോ. അങ്ങനെ വന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ എലമെന്റ് ആണ് അതിനകത്ത് പ്രിന്റ് ചെയ്ത് വരാം. ഓക്കെ, ഇങ്ങനെയാണ് പോയിന്റേഴ്സ്. അപ്പോൾ പോയിന്റർ എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്തായിരിക്കും, മെമ്മറി അഡ്രസ്സുകളായിരിക്കും ഇത് ഹോൾഡ് ചെയ്യുക. സ്റ്റാർ ഈസ് യൂസ്ഡ് ടു ഡീറെഫറൻസ്. അപ്പോൾ സ്റ്റാർ എന്ന് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂവിനെ ആക്സസ് ചെയ്യാനും, ആൻഡ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സിനെ ആക്സസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ ഇത് പ്രധാനമായിട്ടും ഫങ്ഷൻസും അറേസും സ്ട്രിങ്ങും ഡൈനാമിക് മെമ്മറിക്കും മറ്റുമൊക്കെ ആയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റർ കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അത് പഠിക്കുക കേട്ടോ.